Hi, hello, ഞാൻ അഫ്ര Momo4. ഫൈനലി ഡൂയിങ് എ ലോങ് വീഡിയോ ഓൺ യൂട്യൂബ്. കുറച്ച് കമൻസും പേഴ്സണൽ മെസ്സേജസും ഒക്കെ കിട്ടിയപ്പോഴുള്ള പ്ലാനിങ്ങിലുണ്ടേനു. പക്ഷേ എങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടും പിന്നെ മോസ്റ്റ്ലി ടൈമും വേണമല്ലോ. 1 മിനിറ്റ് വീഡിയോ ചെയ്യുന്ന പോലെയല്ല, കുറച്ചും കൂടെ എഫേർട്ട് കൂടുതലിടണം. അതിലൊക്കെ ഉപരിയായിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ചെയ്താൽ നന്നാവോ എന്നൊക്കെയുള്ള 100,000 കൺഫ്യൂഷൻസും ഉണ്ടേനു. ആൻഡ് ഫൈനലി ഐ എം ഗിവിങ് ഇറ്റ് എ ട്രൈ. മോസ്റ്റ്ലി 4 ആളെയും വെച്ചുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നറിയാനാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ്. അതിനെനിക്ക് വലിയൊരു സപ്പോർട്ട് ഡെഫിനറ്റ്ലി എൻ്റെ ഫാമിലീൻ്റെ സൈഡിൽ നിന്നുണ്ട്. ഈ വീഡിയോയിൽ ഇപ്പോൾ എൻ്റെ ഒരു 9 to 5 ഡ്യൂട്ടീസാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി എവിടെ പോയി എന്നുള്ളതിൻ്റെ ഉത്തരം ഞാൻ വീഡിയോൻ്റെ അവസാനം പറയാം. സത്യത്തിൽ എൻ്റെ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 4:15 ആകുമ്പോഴാണ്. ഓഫീസിലും സ്കൂളിലും ഒക്കെ പോണവരെ പറഞ്ഞയച്ച് എൻ്റെ എഡിറ്റിങ്ങും പരിപാടികളും ഒക്കെ കഴിയുമ്പോഴേക്കും ബൈ ഒരു 9-9:30 ചെറിയ 2 ആൾക്കാർ എഴുന്നേറ്റ് വരും. ടീംസിനെ ഫ്രഷപ്പ് ആക്കി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലാണ് പിന്നത്തെ ചടങ്ങ്. കുട്ടികൾ വീട്ടിലാണെങ്കിലും എപ്പോഴും പ്രസന്റബിൾ ആയിട്ട് ഇരിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുളിപ്പിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സുന്ദരന്മാരായിട്ടാണ് ഓരോരോ ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്യല്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന ചടങ്ങിലേക്ക് കടക്കാം. രാവിലെ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ശാന്തത. ഇത്ര ഈസി ആയിട്ട് കൊടുത്തു തീർക്കാൻ പറ്റുന്ന ഒരേ ഒരു മീല് അത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ്. പിന്നെ പെട്ടെന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. അംഗസംഖ്യ കുറച്ച് കൂടുതലായതുകൊണ്ട് ഒരു ഫോൾഡിംഗ് ബെഡൊക്കെ വാങ്ങിച്ച് കുറച്ച് ആൾക്കാർ താഴെയും കുറച്ച് ആൾക്കാർ മേളിലൊക്കെ ആയിട്ടാണ് കിടക്കല്. പിന്നെ പില്ലോസിന്റെയും ബ്ലാങ്കറ്റ്സിന്റെയും ഒക്കെ എണ്ണം കണ്ടിട്ട് ആരും ഞെട്ടണ്ട. വിന്ററും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇനി ഇതൊന്നും പോരാതെ വരും. ഇനിയിപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഗോബൂസും പിന്നെ നമ്മൾ കോഴിക്കോട്ടുകാരെ സ്വന്തം പീക്കയും. ഈ പീക്ക് എന്താണെന്നറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ബിലോട്ടോ. പലതരം റീസ്റ്റോക്കിങ്സ് ഉണ്ടെങ്കിലും ഇതാ ഈ ഒരു ഐറ്റം റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു സമാധാനം അത് മദേഴ്സിന് മാത്രം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒന്നാണ്. ചെറിയ മോള് മാത്രമാണ് ഇപ്പോൾ ഫുൾ ടൈം പാമ്പേഴ്സ് ഇടാറുള്ളത്. മോന് ഉറങ്ങാൻ സമയത്ത് മാത്രമേ ഇട്ട് കൊടുക്കലുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇത് ഡിസ്പോസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് ഇതൊരു നൈറ്റ്മെയറാണ്. കയ്യാറായി തോന്നുമ്പോഴേക്കും ഓഫറൊക്കെ നോക്കി ഇവരെപ്പോഴും വാങ്ങി സ്റ്റോക്ക് ചെയ്ത് ഒരു മിനി ഹാർട്ട് അറ്റാക്ക് ഒഴിവാക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കലുണ്ട്. അടുത്ത മേജർ പരിപാടി വർക്ക്ഷീറ്റ് പ്രിപ്പറേഷൻസ് ആണ്. ഇവിടെ ഇപ്പോൾ മോക്ക് യൂണിറ്റ് ടെസ്റ്റ് നടന്നുകൊടുക്കുകയാണ്. സോ നാളത്തെ എക്സാം ഏതാന്ന് നോക്കി അതിൻ്റെ വർക്ക്ഷീറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കും. ഈ കാണുന്നതൊക്കെ പ്രീവിയസ് എക്സാം ടൈമിൽ അവൾ ചെയ്ത വർക്ക്ഷീറ്റ്സ് ആണ്. കുട്ടികൾ സ്റ്റഡി റൊട്ടീൻസ് ഒക്കെ ലോങ് വീഡിയോസ് ആയിട്ട് ഇടാൻ പറ്റുമെന്നാണ് പലരും ചോദിക്കല്. ഇൻഷാ അള്ളാ എല്ലാം ചെയ്യാൻ ശ്രമിക്കാം. സ്കൂൾ വിട്ട് വന്ന് അവരെ നാപ്പ് ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ യൂഷ്വലി പഠിപ്പിക്കാനിരിക്കല്. സോ ആ ടൈമിൽ ഇതൊരു ഫൈനൽ റിവിഷൻ പോലെ ചെയ്യാൻ കൊടുക്കാറാണ് പതിവ്. ഇനി അടുത്ത മേജർ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇങ്ങനെ പഠിപ്പിക്കാനിരുത്തലെന്നാണ്. LKG മുതലേ മോളെ ഇങ്ങനെ തന്നെയാണ് ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് ഇതൊക്കെ ഒരു റൊട്ടീനായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ എവറി ഡേ വോണ്ട് ബി ദ സെയിം. ചില ദിവസം ശരിയാവും, ചില ദിവസം ശരിയാവില്ല. എക്സാം പ്രിപ്പറേഷൻസും സ്റ്റഡി റൊട്ടീൻസും ഒക്കെ ആയിട്ടുള്ളൊരു ലോങ് വീഡിയോ എന്തായാലും ഞാൻ അധികം വൈകാതെ തന്നെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ എൻ്റെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ 2 ആളും കൂടി നല്ല കളിയിലാണ്. ടോയ്സ് ഇങ്ങനെ വലിച്ചു വാരി ഇടാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ആണ്. ഇതിങ്ങനെ കണ്ട് ആസ്വദിക്കാന്നല്ലാതെ പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്യാനില്ല. ആൻഡ് നൗ ഇറ്റ്സ് ദ ലഞ്ച് ടൈം. ഇരുന്നും നിന്നും ഓടിയും ചാടിയും ഒക്കെയാണ് ഈ പ്രോസസ്സ് തീരാറ്. ഈ ഒരു കാര്യത്തിൽ മാത്രം എൻ്റെ 4 മക്കൾക്കും നല്ലൊരു ഒത്തൊരുമാണ്. അവർക്ക് 4 ആൾക്കും റൈസ് കണ്ണിൻ്റെ വരെ കണ്ടുകൂടാ. അല്ല, അവരെ പറഞ്ഞിട്ടും കാര്യമല്ല, ഒരു ഏജ് വരെ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പോഴും ചോറിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ എല്ലാ അടവും പയറ്റി പരാജയപ്പെട്ട് 18ാമത്തെ അടവ് എടുത്തിട്ടുണ്ട് ഞാൻ.
അങ്ങനെ ആ കലാപരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സ്കൂളിൽ പോയ മഹാന്മാർ തിരിച്ചെത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ സ്പേസിൽ കൊണ്ടുപോയി വെക്കാനാണ് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കല്. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല, ബട്ട് സ്റ്റിൽ അതിനൊരു എക്സ്ട്രാ എഫേർട്ട് ഞാൻ എല്ലാ ദിവസവും എടുക്കലുണ്ട്. പിന്നെ രണ്ടാളൊന്ന് ഫ്രഷപ്പ് ആയതിനൊക്കെ ശേഷം ഒരു ഹാഫ് ആൻ അവർ TV ടൈമാണ്. ആ സമയത്ത് തന്നെയാണ് ലഞ്ചും കൊടുക്കൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ലഞ്ച് ടൈം എപ്പോഴാണെന്ന് ചോദിക്കരുത്. 4 പ്ലേറ്റിലും ചോറ് ബാക്കി വരും. അതൊക്കെ കഴിക്കുമ്പോഴേക്കും പിന്നെ ലഞ്ച് കഴിക്കാനുള്ള ഒരു മൂഡ് തന്നെ അങ്ങോട്ട്. പിന്നെ ഒരു 3 ആകുമ്പോഴേക്കും 4 ബെഡ് കയറ്റി ഒരു നാപ്പ് ടൈമാണ്. ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റാത്തതിൻ്റെ നേരത്തെ പറഞ്ഞ കാരണം ഇതാണ്. ടീംസ് ഉറങ്ങി എണീച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാൻഡ് നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് മൂഡ് പോയി. സോ അത്രേ ഉള്ളൂ ഫോർ ടുഡേയ്സ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. ഓൾസോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.